ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോൾ സന്ദീപ് വാര്യരെയൊക്കെ പോലെയുള്ള നേതാക്കളെ പാർട്ടിയിൽ നിർത്തേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വളരെ നിർണായകമാണ്. അത് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു. പക്ഷേ ആ വോട്ട് ബാങ്കിനെ അതാത് കൃത്യമായി BJP-യോട് അടുപ്പിച്ചു നിർത്താൻ താങ്കൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? ഞാനൊരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളല്ല. ഒരു മതത്തിനോ ഒരു സമുദായത്തിനോ വേണ്ടിയിട്ടല്ല പണി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വിവരം കൂടുന്തോറും മാധ്യമപ്രവർത്തകർ മണ്ടന്മാരായി മാറുന്നു എന്ന് മിക്കവാറും നമ്മളെ ചാനൽ ചർച്ച കാണുമ്പോൾ തോന്നാറുണ്ട്. ആദ്യമായി എനിക്ക് തോന്നിയത് ശ്രീമാൻ നികേഷ് കുമാറിനെ കണ്ടപ്പോഴാണ്. ആളുടെ എക്സ്പീരിയൻസും ആളുടെ കഴിവും എല്ലാം ആൾക്കാർ അംഗീകരിച്ച് തുടങ്ങിയപ്പോൾ ആൾ സംസാരിക്കുന്നത് പലതും മണ്ടത്തരങ്ങളും പ്രകോപനപരമായും അങ്ങനെ ചില പക്ഷപാതപരമായും മാറാൻ തുടങ്ങിയതായിട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ അയാൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നും പുറത്തുപോയി രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അരുൺകുമാർ വളരെ നല്ലൊരു മാധ്യമപ്രവർത്തകനാണ് എന്ന് പേരെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി കാണുന്ന അതിഥികളോട് കുറേ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുക, പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് അത് കഴിവ് കൂടിയത് കൊണ്ട് അവരുടെ ഒരു ലൈസൻസായോ അല്ലെങ്കിൽ അതാണ് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ നേടിയെടുത്ത വാർത്തയുണ്ടാക്കാനുള്ള ചാതുര്യം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇങ്ങനെ പ്രകോപിപ്പിച്ച് സംസാരിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എല്ലിക്കഷ്ണം കിട്ടിയ നായയെപ്പോലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തൻ്റെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ ഗോളിന് വേണ്ടിയിട്ടാണ്. സത്യം തന്നെയാണത്.